നമ്മള് പണ്ടോട്ടെ കാണുന്നതല്ലേ ഇതൊക്കെ, നമുക്കൊരു പുതുമയില്ല, ഒന്നുമില്ല, ശോകം. ഇത് കണ്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5ന്റെ റബ്ബർ വാങ്ങിച്ച് 5-6 വലിച്ചിരുന്നെങ്കിൽ പഴയ ഒരു സാധനം തന്നെ പുതിയ കുപ്പിയിൽ ഇറക്കി വെച്ചിരിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ കാണാൻ ഒട്ടും വൃത്തിയില്ലാത്തൊരു ഡൈനോസറും. ഭയങ്കര കോമഡി ആയിരുന്നു. ആരാ ചെയ്തു അറിയത്തില്ല. വെൽക്കം ബാക്ക്. അപ്പോൾ ജുറാസിക് ഫാൻസ് കാത്തിരുന്ന ജുറാസിക് ഫ്രാഞ്ചൈസിലെ 7th പാർട്ട് മൂവി ജുറാസിക് വേൾഡ് ദ റീബർത്ത്. അപ്പോൾ കണ്ടറിഞ്ഞ് ഓടിച്ചോടെ എങ്ങനെ ഉണ്ടായിരുന്നു റിവ്യൂ ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണ്, നിങ്ങളുടെ റിവ്യൂ ഒക്കെ കമന്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഈ ഫ്രാഞ്ചൈസിലെ നിങ്ങളുടെ ഫേവറേറ്റ് പാർട്ട് ഏതൊക്കെയാണെന്ന് കമന്റ് ചെയ്തേക്കുക. നേരെ ജുറാസിക് വേൾഡ് റിവ്യൂലേക്ക്. ഉറക്കം വരുന്നുണ്ട്. ആ കൊള്ളാവുന്ന പഴയ പടത്തിലെ ജോൺ വില്യംസിന്റെ സ്കോർ ഉണ്ട്, അത് കേട്ടോണ്ടിരിക്കുന്ന നല്ല സുഖമുണ്ട്. അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇതിന്റെ അകത്ത്. നല്ല ഉറക്കം വരുന്നുണ്ട്. പിന്നെ ദിനോസറിനെ പിള്ളേർക്ക് വേണം കണ്ടോണ്ടിരിക്കാം. നമ്മള് പണ്ടോട്ടെ കാണുന്നതല്ലേ ഇതൊക്കെ, നമുക്കൊരു പുതുമയില്ല, ഒന്നുമില്ല, ശോകം. എന്താണ് നെഗറ്റീവായിട്ട് തോന്നി? എന്താണ് മേക്കിംഗ് വൈസ് ആണോ, സ്റ്റോറി സ്ട്രോങ് അല്ല? മേക്കിംഗ് പക്കയാണ്, സ്റ്റോറി ഒന്നും ഇല്ല. നമ്മൾ കണ്ട് മടുത്ത സാധനം തന്നെ. ദിനോസറിനെ പുറകെ ഓടുന്നു, അത് തന്നെ സംഭവം, വേറെ ഒന്നും ഇല്ല ഇതിന്റെ അകത്ത്. ഒരു പാർട്ടിന് വേണ്ടി ഇറക്കിയ ഒരു തട്ടിക്കൂട്ട്. ഇത് പൈസക്ക് വേണ്ടി മാത്രം ഇറക്കുന്നതാണ്, അല്ലാണ്ട് വേറെ പരിപാടിയൊന്നും ഇല്ല. അപ്പൊ റിയൽ ആൾക്കാർ പോയി കാണുമെന്ന് അവർക്ക് അറിയാം. അതുകൊണ്ട് ഒരു കഥ ഇല്ലാണ്ട് ചുമ്മാ തട്ടിക്കൂട്ടി ഇറക്കുക. ഇതുവരെ കാണാത്തവർക്കും വേണമെങ്കിൽ കാണാം. ഒരു മുമ്പത്തെ പടത്തിൽ കണക്ഷൻ ഒന്നും ഇല്ല. പക്ഷെ ഞാൻ 3D ഒന്നും ഇല്ല. എന്തിനെങ്കിലും 3D ഇറക്കുന്നത്, 2D ഇറക്കിയാ പോയി. പണ്ട് കുഞ്ഞിലെ എപ്പോഴോ കണ്ടിട്ടുള്ളത്, അല്ലാണ്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കുറേ നാളെ ഞാൻ അങ്ങനെ ഫോളോ അപ്പ് ചെയ്യാറില്ല. പക്ഷെ ഇപ്പോ നൈസായിരുന്നു, എനിക്ക് ഇഷ്ടമായി. നല്ല എന്റർടൈനിങ് ആയിരുന്നു. 3D എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയാണ്. 3D എക്സ്പീരിയൻസിന് വേണ്ടി ഉണ്ടാക്കിയ മൂവി അല്ല, പക്ഷെ ആ ഒരു അഡ്വഞ്ചർ, ആ ഒരു ആക്ഷൻ പരിപാടിയൊക്കെ ഉണ്ടോ? ഒരു എഡ്ജിൽ നിൽക്കുന്നുണ്ട് എപ്പോഴും. ഒരു അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് വാസ് നൈസ്. ആ ഒരു സീരീസ് ഒക്കെ ഫോളോ ചെയ്യുന്നവർക്കാണോ ഒരു എക്സ്പെക്ടേഷൻ കിട്ടാതെ? മൂവി ആണ്, മേ ബി ചിലപ്പോൾ അതായിരിക്കും. എനിക്ക് കുറച്ചുകൂടി ഞാൻ തീരെ എക്സ്പെക്ടേഷൻ ഇല്ലാന്ന് വന്നത്, പണ്ട് കണ്ട് എന്നുള്ള അല്ലാണ്ട് എനിക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷെ ഇറ്റ് വാസ് നൈസ്. എനിക്ക് ഈവൻ ചെറിയ എലമെന്റ് ആണെങ്കിലും നന്നായിട്ട് എനിക്ക് വർക്കായി. തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്. ഓഫ് കോഴ്സ്. ഓക്കെ, താങ്ക് യു. ക്ലാസിക് ഫാൻസ് ഒക്കെ വെയിറ്റ് ചെയ്തിരുന്ന ഒരു അത്രയ്ക്ക് വെയിറ്റിംഗ് ഒന്നുമില്ല ബ്രോ. എന്ന് പറഞ്ഞാൽ പുതിയ കുറെ ഡൈനോസറിനെ കാണാം, പഴയ ഒരു സാധനം തന്നെ പുതിയ കുപ്പിയിൽ ഇറക്കി വെച്ചിരിക്കണം, അത്രേ ഉള്ളൂ. എങ്ങനെയാണ് ഫ്രാഞ്ചൈസിലോട്ട് പുതിയ എന്തെങ്കിലും? ഒന്നുമില്ല, ഒന്നും തോന്നിയിട്ടില്ല. എക്സൈറ്റിംഗ് ആയിട്ടൊന്നുമില്ല, ഒന്നും തോന്നില്ല. പഴയൊരു പഴയതിനെ പുതിയതാക്കി വെച്ചിരിക്കണം, അത്രേ ഉള്ളൂ. വിഷ്വൽ എക്സ്പീരിയൻസ് എല്ലാവരെ പോലെ തന്നെ വലിയ കുറ്റം പറയാനൊന്നുമില്ല. വൺ ടൈം കണ്ടോണ്ടിരിക്കാം. 3D ഉള്ള 3D കൊള്ളാം, അത്രേ ഉള്ളൂ. ജുറാസിക് എക്സ്പീരിയൻസ് അത്ര പോരാ ബ്രോ. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല പേഴ്സണലി. പിന്നെ ഗാരത്ത് എഡ്വേർഡ്സ് ആണല്ലോ ഡയറക്ടർ. പുള്ളിയുടെ കഴിഞ്ഞ പടം മറ്റേ ക്രിയേറ്ററും അതിനു മുമ്പുള്ള റോഗ് വണ്ണും ഇതൊന്നും വെച്ച് നോക്കുമ്പോൾ ഒട്ടും പോരാ. പുള്ളിയുടെ വീക്കസ്റ്റ് ആയിട്ടുള്ള ഒരു സിനിമ. ഫ്രാഞ്ചൈസ് ഒക്കെ ഫോളോ ചെയ്യുന്നവര് കുറെ എക്സ്പെക്ടേഷൻ ഉണ്ടായിട്ടാണോ, അതോ ആ മീറ്റ് ചെയ്യാത്തതുകൊണ്ടാണോ, അതോ അങ്ങനെ പറയാം. ഇത് ഫ്രാഞ്ചൈസിയിൽ പെടുന്നതല്ല, കാരണം അതിൽ നിന്നൊരു സ്റ്റാൻഡ് അലോൺ. ഞാനും ഈ കഴിഞ്ഞ സിനിമ മൊത്തം ഇന്ന് രാവിലെയും കൂടി ഇരുന്ന് കണ്ടു തീർത്തിട്ടാണ് വന്നത്. പക്ഷെ അതുമായിട്ടൊരു ബന്ധവുമില്ല. ഇതൊരു സ്റ്റാൻഡ് അലോൺ മൂവിയാണ്. ഇതിന്റെ മെയിൻ പ്ലോട്ട് മാത്രമായിട്ട് നിർത്തി പോയിരുന്നെങ്കിൽ പിന്നെയും കൊള്ളായിരുന്നു. പക്ഷെ ഇതിന്റെ അടിയിൽ കൂടെ ഒരു സബ് പ്ലോട്ട് കൂടെ കയറ്റിയിട്ടുണ്ട്. അതാണ് തീരെ മോശമായി പോയത്. പിന്നെ കാണാൻ ഒട്ടും വൃത്തിയില്ലാത്തൊരു ഡൈനോസറും. അത്രേ ഉള്ളൂ. ഇമോഷണൽ കണക്റ്റഡ് ആണോ, അതോ അഡ്വഞ്ചർ ആയിട്ടാണ് പോയിരിക്കുന്നത്. ഒരു അനാക്കൊണ്ട കാണുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. പക്ഷെ അത്ര പോരാ. അനാക്കൊണ്ടയുടെ ക്യാമിയോ ഒക്കെ ഉണ്ട്. അനാക്കൊണ്ടയുടെ ക്യാമിയോ ഒക്കെ ഉണ്ട് ഇടയിൽ. സർപ്രൈസ് ആയിട്ടൊന്നുമില്ല ഫാൻസിന്. ജുറാസിക് ഫാൻസ് ഒക്കെ വെയിറ്റ് ചെയ്തിരുന്ന ഫാൻസിന് ഇപ്പൊ ഞാനൊരു ഫാനാണ്. കാരണം നമ്മൾ പണ്ട് മുതലേ ഉള്ള അത് മൊത്തം കണ്ടുവന്ന കൊച്ചിലെ മുതലേ. പക്ഷെ ആ ഒരു ഫീലൊന്നും കിട്ടുന്നില്ല. പണ്ടത്തെ സ്റ്റീവൻ സ്പീൽബർഗിന്റെ ആ ഒരു ഫീലൊന്നും കിട്ടുന്നില്ല. നമ്മൾ ഓഡിയൻസ് അത് മാറുന്നോണ്ടാണോ, ടേസ്റ്റ് മാറുന്നോണ്ടാണോ, അതോ ടേസ്റ്റ് മാറുന്ന കണ്ട് മടുത്തതാ, അങ്ങനെയും പറയാം. അനാവശ്യമായിട്ടുള്ള ഒരു പാർട്ടായി പോയി. ഏറെക്കുറെ. ഓക്കെ, ജുറാസിക് ഫാൻസ് ഒക്കെ കാത്തിരുന്നൊരു ആണ്, കൊള്ളാം. ഞാൻ അതുകൊണ്ടാണ് കഴിഞ്ഞ ലാസ്റ്റ് 2 പടങ്ങൾ എനിക്ക് അത്ര പോരായിരുന്നു. പക്ഷെ ഇത് അത്യാവശ്യം കുഴപ്പമില്ല. ഓക്കെ, പക്ഷെ ക്ലൈമാക്സ് എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു ചെറിയൊരു നിരാശ തോന്നി. ആണ് ഏലിയൻസ് ഒരു പടം ഉണ്ടല്ലോ, ഏലിയൻസ് ഫ്രാഞ്ചൈസ്, അതുപോലെ എനിക്ക് തോന്നി. പഴയൊരു ജുറാസിക് പാർക്ക് ആണെന്ന ഫീലൊക്കെ കിട്ടിയോ? ആ ഒരു കിട്ടിയായിരുന്നു. 3D എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? 3Dയും കൊള്ളായിരുന്നു. നമ്മൾ ഓവർ എക്സ്പെക്ടേഷൻ വെക്കാണ്ട് കാണുക. കാരണം പ്ലോട്ടിലും അതുപോലെ എന്താണ് വലിയ കാര്യമായ ഒരു മാറ്റമില്ല. ബട്ട് പ്ലോട്ട് ഒന്ന് പുതുക്കിയിട്ടുണ്ട്. അതുപോലെ ചില വിഷ്വൽസ് ഒക്കെ നമ്മൾ ഇതിന്റെ മുന്നേ ഉള്ള പാട്ടിൽ എവിടെയെങ്കിലും കണ്ടിട്ടുള്ള പോലെയൊക്കെ തോന്നും. കാര്യമായ മാറ്റങ്ങളില്ല. പക്ഷേ അവസാനം വന്നൊരു പാട്ട് എന്ന് പറഞ്ഞാൽ അത് സ്ട്രിക്ട്ലി ആവറേജ് ആയിരുന്നു. അതിനേക്കാൾ ബെറ്റർ ആണ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. നമ്മളൊരു ഭയങ്കരമായിട്ട് ഒരു ആദ്യത്തെ 1993 സ്റ്റീവൻ സ്പീൽബർഗ് ചെയ്ത ആ ഒരു സാധനം തലയിലിട്ടുകൊണ്ട് വന്ന ഡിസപ്പോയിന്റഡ് ആവും ചിലപ്പോൾ. അല്ലാതെ നോക്കിയ ഒരു കുഴപ്പമില്ലാത്തൊരു മൂവി, ഡീസന്റ് വൺ ആണ്, അങ്ങനെ പറയാനേ പറ്റത്തുള്ളൂ. അപ്പൊ ഇനി വരുന്ന പാർട്ടിൽ നമ്മുടെ ഫാൻസിന്റെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പ്ലോട്ടും എല്ലായിട്ട് വരുന്നു. ഇപ്പോൾ ഇവരിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സ്ഥിരം നമുക്ക് എന്താ ഒരു എക്സ്പെക്ടേഷൻ ലെവൽ കുറയും. ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഡീസന്റ് വൺ അത്രയും നമുക്ക് പറയാനുള്ളൂ. ഓവർ ഒരു ഭയങ്കര സംഭവമായിട്ടൊന്നും പറയാനില്ല. നമ്മൾ മിക്ക സിനിമകളും ഒരുപാട് ഭാഗങ്ങൾ വന്നിട്ടുള്ള പടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ പാർട്ടിന്റെ അത്രയും മീറ്റ് ചെയ്യുന്ന
ഒരു ഇത് കുറവാണ്. ഈവിൾ ഡെഡ് എടുത്തു നോക്കിയോ, അല്ലെങ്കിൽ സ്പൈഡർമാൻ എടുത്തു നോക്കോ, വെസ് ക്രേവന്റെ നൈറ്റ് മെയർ ഓൺ എലം സ്ട്രീറ്റ് എടുത്തു നോക്കിയോ, ഹാരി പോട്ടർ എടുത്തു നോക്കിയോ, ആദ്യത്തെ സാധനങ്ങൾ പിന്നെ മീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഈ ഒരു 3D ആയിട്ടോ പുതുമയായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? 3D ആക്ച്വലി 3D ക്വാളിറ്റി അങ്ങനെ പറയാൻ സംഭവമില്ല. ഓക്കെ ആണെന്നേ ഉള്ളൂ. ഓവറോൾ കുഴപ്പമില്ല. ഓവറോൾ കുഴപ്പമില്ല. അത്ര തള്ളക്ക് വിളിക്കാറില്ല, പിള്ളക്ക് വിളിക്കാറില്ല. ഇവ ഇവിടെ വന്നു ഓവറോൾ നല്ലതാണ്. ഡിസൈൻ ചെയ്യണവന്മാരെ പിടിച്ച് ജുറാസിക് പാർക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്നു. വലിയ ഗുണമൊന്നുമില്ല. വെറൈറ്റി പിടിച്ചതാണ്. വെറൈറ്റി പിടിക്കാൻ നോക്കിയിട്ടില്ല. സെയിം പ്ലോട്ട് സെയിം ഏലിയൻ ഇഷ്ടപ്പെടാതെയാണോ? അതാണോ നെഗറ്റീവ് ആയിട്ട് തോന്നിയത്? അല്ല, ഡൈനോസറിനെ കാണുമ്പോൾ നമുക്കൊരു തോന്നുന്നുണ്ട്. ടീറക്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഇമ്പാക്ട് കാണും. പക്ഷെ അതിനെ മാറ്റി ഒരു ഏലിയൻ ഒരു ലെവലിലേക്ക് വെച്ചിരിക്കും. ഒരു അഡ്വഞ്ചർ ആക്ഷൻ ജോണർ തന്നെ പിടിച്ചിട്ടുണ്ട്. അതൊക്കെ വർക്കായോ സ്റ്റോറി? വർക്കാവെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും നല്ല ക്യാരക്ടർ ബിൽഡിംഗ് ഒന്നുമില്ല. ജസ്റ്റ് ഒരു പ്ലെയിൻ ആയിട്ടുള്ള പ്ലോട്ട്, പ്രഡിക്റ്റബിൾ ആണ്. ജസ്റ്റ് നമുക്ക് കണ്ടോണ്ടിരിക്കുക. 3Dക്ക് വേണ്ടിയെങ്കിലും കണ്ടിരിക്കാവോ? 3D മോശമാണ്, ഭയങ്കര മോശം. 3Dക്കുള്ള ഒന്നുമില്ല. ഡിസപ്പോയിന്റഡ് ആണ്. ഭയങ്കര ഡിസപ്പോയിന്റഡ്. ഓക്കെ, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഡോമിനേഷൻ വെച്ച് നോക്കുമ്പോൾ കിടുവാണ്. ഡോമിനേഷൻ ഭയങ്കര ബോറല്ലായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ അടിപൊളിയായിരുന്നു. പിന്നെ ക്ലീശ കഥയായിരുന്നു. അതായത് പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ ഈ 90s 2000 കാലങ്ങളിൽ നമ്മൾ അനാക്കോണ്ട അങ്ങനത്തെ പരിപാടിയില്ലേ, കാട്ടിനകത്ത് അകപ്പെടുന്നു, ആ സംഭവം തന്നെയായിരുന്നു. ബോറൊന്നും ഇല്ലായിരുന്നു. ടൈം പോയത് അറിയുന്നൊന്നുമില്ല. പിന്നെ നെഗറ്റീവ് എന്ന് പറയാനായിട്ട് ഈ ഡൈനോസർ മ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അതിന്റെ മുഖം എന്ന് പറയുന്നത് ഭയങ്കര കോമഡി ആയിരുന്നു. ആരാ ചെയ്തു വെച്ചെന്ന് അറിയത്തില്ല. നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ട്. സ്ഥിരം ബാക്കിയുള്ള സിനിമ വെച്ച് വ്യത്യാസം ഇഷ്ടം പോലെ നല്ല രീതിക്ക് വ്യത്യാസം കൊണ്ട് പുതിയ സ്റ്റോറിയൊക്കെയാണ്. പുതിയ സ്റ്റോറിയാണ്. പിന്നെ ടീറക്സിന് ആയിട്ടുള്ള അടിയ കാര്യങ്ങളൊന്നും പുതിയൊരു പാട്ടിലേക്കുള്ളതിലാണോ നിർത്തിയേക്കുന്നത്? ടൈലന്റ് അങ്ങനെ കൊടുത്തിട്ടില്ല. പക്ഷെ എന്നാലും പുതിയ ഡൈനോസർ സ്റ്റാൻഡലോൺ എൻഡിങ് ഒക്കെയാണ്. പുതിയ ഡൈനോസർ ഇറക്കിയോണ്ട് പിന്നെയും അതിന്റെ പാട്ട് അതിനെ വെച്ചുകൊണ്ട് ബാക്കി പ്രതീക്ഷിക്കാം. ഓക്കെ, കുഴപ്പമില്ല, കൊള്ളാം, കുഴപ്പമില്ല. ഒരു വെയിറ്റ് ചെയ്തിരുന്ന അങ്ങനെ അടിപൊളി എന്ന് പറയാനായിട്ട് കാണാൻ പറ്റിയ ഒരു ഫിലിമല്ല, ജസ്റ്റ് ഒരു എന്റർടൈനർ അത്ര. ഓക്കെ, ഇത് കണ്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5ന്റെ റബ്ബർ വാങ്ങിച്ച് 5-6 വലിച്ചിരുന്നെങ്കിൽ സത്യം 5ന്റെ റബ്ബർ വാങ്ങിച്ച് വലിക്കേണ്ട സംഭവമാണ്. ഡൈനോസർ ഇങ്ങോട്ട് വരാൻപ്പെടുത്തേക്ക് അവര് നേരെ വെള്ളത്തിൽ മുങ്ങി നേരെ എവിടെ വരും? നേരെ കൊച്ചിയിൽ വരും. അടുത്ത ഡൈനോസർ അടുത്ത കാല് വയ്ക്കുമ്പോൾ അവിടുത്തെ മുങ്ങി നേരെ എവിടെ വരും? നമ്മുടെ കൊച്ചുകളി അറിയാലോ, ബോട്ട് ക്ലബ്ബ്, അവിടെ മുങ്ങും. അടുത്ത കാല് വയ്ക്കുമ്പോൾ അവിടെ നിന്ന് നേരെ ഒരു 350 രൂപ കൊടുത്തിട്ട് ആ ബോട്ടിൽ അവരെല്ലാവരും ഇവിടെ കയറി അതിന്റെ വെനോല്ലാം എടുത്ത് നേരെ നമ്മുടെ ഡൊമസ്റ്റിക് എയർപോർട്ടിൽ വന്നിട്ട് അവർ നേരെ ഈ ജുറാസിക് പാർക്കിന്റെ ഒക്കെ കാണുന്ന ഫീല് കിട്ടിയില്ല. ഇല്ല ബ്രോ, വെറും മോശം സാധനം. നെഗറ്റീവ് തോന്നിയത് സ്റ്റോറി കാണുമ്പോൾ തന്നെ നമ്മൾ പഴയത് കണ്ടിട്ടുണ്ടല്ലോ, അത് തന്നെ, വേറെ മാറ്റമൊന്നുമില്ല. ഗ്രാഫിക്സ് ഒക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് എഫക്ട് ചെയ്തിട്ടില്ല. തിയേറ്ററിൽ എഫക്ട് ചെയ്തില്ല. പിന്നെ 3D കൊള്ളായിരുന്നു. നമ്മള് പ്രായമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റാത്തതാണോ ജുറാസിക് പാർക്ക്, അതോ ജുറാസിക് പാർക്കിന് വയസ്സായതാണോ? നമ്മളെ ജുറാസിക് പാർക്കിന് വയസ്സായി എന്നാ പറയാൻ പറ്റുള്ളൂ. ഏറ്റവും കൂടുതൽ അപ്പൂപ്പനായി, അമ്മൂമ്മയായി, അവസാനിച്ച് അതൊക്കെ നിർത്തി പോകാൻ പറയാം. ഓക്കെ.